സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതായ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്കും നമ്മളെ ലക്ഷ്യബോധത്തിലേക്കും നയിക്കുന്നതായിരിക്കും. എന്നാൽ മറ്റു ചില ബന്ധങ്ങൾ നമ്മെ തെറ്റായ വഴികളിലേക്കും ലക്ഷ്യബോധം ഇല്ലായ്മയിലേക്കും നയിക്കും എന്ന് നമുക്കറിയുവാൻ കഴിയുന്നു. അതുകൊണ്ട് നാം നമ്മുടെ സ്നേഹബന്ധങ്ങളെ വിലയിരുത്തുകയും നമുക്ക് ദോഷകരമായിരിക്കുന്ന തീരുന്ന വ്യക്തിബന്ധങ്ങളെ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പണ്ട് ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിന്റെ സുഹൃത്തുക്കളെ എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നിനക്ക് നിന്റെ ഭാവിയെ കാണിച്ചു തരാം എന്നാണ്. ഓർക്കുക, നാം മറ്റുള്ളവരുടെ സ്വാധീന വലയത്തിൽ പെടേണ്ടവരല്ല, മറിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ടവരാണ്. ദൈവജനം എപ്പോഴും തങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത കരുതേണ്ടത് വളരെ ആവശ്യമാണ്. നാം മറ്റുള്ളവരുടെ സ്വാധീന വലയത്തിൽ അകപ്പെടേണ്ടവരല്ല, മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ടവരാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ ഒരു 5 തരത്തിലുള്ളതായ വ്യക്തിബന്ധങ്ങളെ പറ്റി ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുകയാണ്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത്, മൂഢന്റെ മുമ്പിൽ നിന്ന് നാം മാറിപ്പോകണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് മൂഢനിൽ ദൈവിക പരിജ്ഞാനം ഇല്ല എന്നുള്ളതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷൻ എന്ത് ചെയ്യുന്നു? ഭോഷൻ അഥവാ മൂഢൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും നിരസിച്ചു കളയുന്നു എന്നാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, 14-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ മൂഢൻ്റെതായ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങളുണ്ട്. അവർ വഷളന്മാരായിട്ട് മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാണ്, നന്മ ചെയ്യാത്തവരാണ്, അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ കഴിയാത്തവരാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയുടെ കൂടെ നാം നടക്കുമ്പോൾ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ നമ്മെ സ്വാധീനിക്കുവാനും അവരുടെ വലയിൽ നാം അകപ്പെടുവാനും ഇടയുണ്ട്. അതുകൊണ്ട് നാം മൂഢന്മാരായി ഉള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ടുള്ളതായ ഒരു കൂട്ടർ, നമുക്കൊക്കെയും സുപരിചിതരായിരിക്കുന്ന വേറൊരു കൂട്ടരാണ് പരദൂഷണക്കാർ, ഗോസിപ്പ് പ്രചരിപ്പിക്കുന്നവർ. നാം അവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും നാം അവരുമായിട്ട് വ്യക്തിബന്ധം പുലർത്തരുതെന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: പരദൂഷണം പറയുന്നവർ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു എന്നുള്ളതാണ്. നുണയൻ അഥവാ പരദൂഷണം പറയുന്നവൻ ഇല്ലെങ്കിൽ വഴക്ക് നിന്നു പോകുന്നു എന്ന് സദൃശവാക്യക്കാരൻ പഠിപ്പിക്കുന്നു. ഏഷണിക്കാർ പലപ്പോഴും പുറമേ സന്തോഷിക്കുന്നവരാണെങ്കിലും അകമയോ രഹസ്യമായ അസൂയ സൂക്ഷിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയുക. പരദൂഷണക്കാർ
അവരിലുള്ള വേറെ ചിലരുടെ പ്രത്യേകത ഉള്ളതുപോലെ തുറന്നു പറയുന്നവരായിരിക്കാം ഇവർ ഒരു പക്ഷേ പലപ്പോഴും ഇവർ നമ്മോട് ഉഗ്രവാദത്തിലേർപ്പെടുകയും ചെയ്യുവാനും ഇടയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ആൾക്കാരെ നാം തിരിച്ചറിയണം. നാം തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനേ കഴിയത്തുള്ളൂ. മുറിപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ പരദൂഷണം പറയുന്ന വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടാകുവാൻ ഇടയുണ്ട്. വേദനിപ്പിക്കുന്നതായ അവസ്ഥയെ അവരിൽ നിന്ന് നമുക്കുണ്ടാകുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നാം പരദൂഷണക്കാരെ ഒഴിവാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് കോപശീലനാണ്. കോപമുള്ളവർ, കോപം ശീലമാക്കിയവർ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22:24 പറയുന്നു, കോപശീലനോട് സഹിത്തം അരുത് എന്നുള്ളതാണ്. കാരണം കോപം എന്ന് പറയുന്ന സ്വഭാവം പാപം ചെയ്യുന്നതിന് കാരണമാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു. കോപാകുലരായ ആളുകളുമായിട്ട് നാം സൗഹൃദം സ്ഥാപിക്കുന്നത് അവരുടെ പെരുമാറ്റ രീതി നമുക്ക് പ്രതികൂലമായി ബാധിക്കപ്പെടുവാനിടയുണ്ട്. അവരുടെ സ്വഭാവം നമ്മെ സ്വാധീനിക്കുവാനും അങ്ങനെ നാം അവരുടെ കെണിയിൽ വീഴുവാനും ഇടയുള്ളത് കൊണ്ട് കോപശീലമുള്ളതായ വ്യക്തികളോട് ഇടപഴകുന്നത് നാം ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നാം അവരെ ഒഴിവാക്കിയില്ല എങ്കിൽ അവരുടെ ദൂഷ്യ സ്വഭാവങ്ങൾ, ശീലങ്ങൾ നാം പഠിക്കുവാനും ഒടുവിൽ ആ ശീലം നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ കൊണ്ടുവരുവാനും ഇടയുണ്ട്. അതുകൊണ്ട് നാം അവരെ ഒഴിവാക്കണം. നാലാമത്തെ ഒരു അതിപ്രധാനമായ വേറൊരു കൂട്ടരാണ് പാപം ചെയ്തിട്ടും പശ്ചാത്താപമില്ലാതെ ആ പാപത്തിൽ തുടർന്ന് ജീവിക്കുന്നവരോട് നാം സൗഹൃദം പുലർത്തരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സഹോദരനെന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതായത് വിശ്വാസി എന്ന ലേബലിൽ ഇരിക്കുകയും ഈ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന പാപങ്ങളിൽ തുടരുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറേണ്ടത് വളരെ ആവശ്യമാണ്. വിശ്വാസികളെന്ന് അവകാശപ്പെടുകയും എന്നാൽ വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവരുമായിട്ട് പിന്നെയും ചെന്ന് സ്തോത്രം പറഞ്ഞിരിക്കുവാനല്ല, അവരോട് അവരുടെ സ്നേഹസദ്യകളിൽ പോലും നാം പങ്കെടുക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഈ ദൈവവചനം അനുസരിക്കാതെ പാപത്തിൽ തുടരുന്നതായ വ്യക്തി ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ നാം സഹിത്വം വെച്ചു പുലർത്തിക്കൊണ്ടു പോയാൽ അവരുടെ പാപത്താൽ നാം മലിനപ്പെടുവാനിടയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇങ്ങനെ തെറ്റിൽ തുടരുന്നതായ വ്യക്തി ജീവിതത്തെ നിങ്ങൾ അവരിൽ നിന്നൊഴിഞ്ഞു മാറുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമം കൂടെയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. അതുകൊണ്ട് പാപത്തിൽ തുടരുന്ന വിശ്വാസിയോട് നാം സ്നേഹബന്ധം പുലർത്തരുത് എന്നുള്ളതാണ്. അടുത്തത് 5-ാമതായിട്ട് തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനം
16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. ദുരുപദേശകരോട് അകന്നു മാറണം. ഇവിടെ പറയുന്നത് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, ഞാനും നിങ്ങളും പഠിച്ച ഉപദേശത്തിന് വിപരീതമായിട്ട് വരുന്ന എന്തിനേയും അങ്ങനെ കൊണ്ടുവരുന്ന സഹോദരനോട്, അങ്ങനെ കൊണ്ടുവരുന്നതായ തെറ്റായ ഉപദേശക്കാരോട് നാം ഒഴിഞ്ഞു മാറണം എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? അവരെ തിരുത്തി കൊണ്ടുവരുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. പലപ്പോഴും പല ലേഖനങ്ങളിലും പൗലോസ് പറയുന്നത് ദുരുപദേശക്കന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അവരോട് ഒഴിഞ്ഞു മാറണമെന്നാണ്. ചെന്നായ്ക്കളെ കുഞ്ഞാടാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചതെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുക. നാം ഇങ്ങനെയുള്ള ദുരുപദേശകരിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പറയപ്പെട്ടതായ വിഭാഗത്തിൽപ്പെട്ടതായ ആളുകളിൽ നിന്ന്, സ്വഭാവ വിശേഷമുള്ളതായ വ്യക്തികളിൽ നിന്ന് ഞാനും നിങ്ങളും ഒഴിഞ്ഞു മാറി നിന്ന് കഴിഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ.